ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ ഇന്ന് എന്റെ ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. പക്ഷേ ഇന്നാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അറിയാലോ, ഞാൻ ഈ കാനഡയിൽ വരാനുള്ള റീസൺ നമ്പർ 1 എന്തായിരുന്നു? കഴിഞ്ഞ കൊല്ലം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഭയങ്കര സാഡായിരുന്നു, ഭയങ്കര കരച്ചിൽ മോഡായിരുന്നു. ആ ഒരു കോലത്തിലായിട്ട് നമ്മൾ അന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എനർജിയോട് കൂടിയിട്ടും ഭയങ്കര പവറോട് കൂടിയിട്ടാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി എനർജിയും പവറും മാത്രം. ഇന്ന് നമ്മുടെ ജെയ്സൺ ബ്രോന്റെ വീട് ശരിക്കും ഒരു കല്യാണത്തിൻ്റെ ഒരു പ്രതീതിയുള്ളത്. കിച്ചണിൽ മൊത്തം അലങ്കൂരാണ്. അവരിവിടെ മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ മന്തിയാണ് വരാൻ പോകുന്നത്. അതുപോലെ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബേസ്മെന്റിലാണെങ്കിലും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോണി ബ്രോ, എന്താണ് ബ്രോ പറയാനുള്ളത്? അടിപൊളി സെറ്റ്, ഫുൾ ഓൺ. കഴിഞ്ഞ പോലെ നമ്മൾ ഇവിടെ അല്ല, കഴിഞ്ഞ നമ്മൾ സെലിബ്രേറ്റ് ചെയ്താണ്. ഇപ്പോൾ അഗൈൻ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കിയാണ്. എന്താണ് ഡിഫറെന്റ് ഫീൽ ചെയ്യുന്നത്? ഡിഫറെന്റ് മല്ലു കുറച്ചുകൂടെ പവറിലാണ് കഴിഞ്ഞ പ്രാവശ്യക്കാട്ടും. ഓക്കെ, മെയിൻ ഡിഫറെന്റ്. അതുപോലെ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. പറ അതുപോലെ എനിക്കൊരു കൊച്ചുവായി കൊച്ചിവിടെ കൊച്ചു പേരില്ല. ഇത്ര കാലം ഇവനെ കെട്ടിയോൾക്ക് ഇവനായിരുന്നു കൊച്ചു. ഇപ്പൊ ഇവനെ കെട്ടിയോൾക്ക് 2 കൊച്ചിനെ കിട്ടിട്ടോ. അവിടെ 3 മാസം കൊച്ചു. അടിപൊളി കൊച്ചിനെ കാണിച്ചിടാം. ചോദ്യം നമ്മുടെ ബേസ്മെന്റ് ഒന്ന് ജെയ്സൺ ബ്രോ ഇവിടെ. ജെയ്സൺ ബ്രോ, എന്താണ് പറയാനുള്ളത് നമ്മുടെ ബർത്ത്ഡേ? ബർത്ത്ഡേ ഞങ്ങൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ പൊളിക്കണം. എന്താണ് മോളെ ജില്ലു ബേബി? കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു മോളായിരുന്നു ബർത്ത്ഡേന്. ഇത്തവണ ഇവള് വലിയ മോളായി. എന്താണ് പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്ന നമ്മുടെ സ്വന്തം ഹസിമോൻ. അതുപോലെ നമ്മുടെ സ്വന്തം സോയൽ മോൻ വന്നിട്ടുണ്ട്. സോയലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് വന്നതാണ് അല്ലേ? അതുപോലെ നമ്മൾ വിനീത് നമ്മുടെ അയൽവാസിയാണ്. നമ്മൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ്. ഏയ് ബ്രോ, എവിടെ ഓടുന്നത്? ആ വേറെ എന്താണ് പറയാനുള്ളത് നമ്മുടെ ബർത്ത്ഡേ? എല്ലാവർക്കും ഭയങ്കര ഒരു ആഘോഷമാണ്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ സൗണ്ട് സെറ്റ് ആക്കി തരാം. അപ്പൊ ഈ കൊല്ലത്തെ ബർത്ത്ഡേ നമ്മുടെ ഇവിടെ സൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ബ്രോ തന്നെ കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇട്ടേ റൂസ്റ്റർ വോഡ്ക. ഇവിടുത്തെ ആൾക്കാരെ മദ്യമൊക്കെ ഇവർ ഈ ഗിഫ്റ്റിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ വെള്ളടിക്കല്ല. അപ്പൊ ഇവിടെ വെള്ളടിക്കുന്ന ആൾക്കാരോട് സ്വീകരിച്ചിട്ടുണ്ട്. ബ്രോ പേര് പറഞ്ഞു? എന്റെ പേര് ലൈജു. ലൈജു ബ്രോന്റെ ആണ് ഈ ഒരു ബ്രാൻഡ് കേട്ടോ. ഇത് പുള്ളി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നല്ല കേട്ടോ, പുള്ളിയുടെ ഓൺ ബ്രാൻഡാണ് ഇത് റൂസ്റ്റർ വോഡ്ക. നമ്മുടെ മലയാളിയുടെ അടുത്ത സാധനം. യെസ്, ആറ്റ് നോറ്റ്. അങ്ങനെ നമ്മുടെ സൗമ്യ വന്നിരിക്കുകയാണ്. സൗമ്യ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് സൗമ്യ. കഴിഞ്ഞ വർഷം ബർത്ത്ഡേ 20 വർഷം. കഴിഞ്ഞ വർഷം നമ്മൾ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ആഘോഷിച്ചിരുന്നു. ഈ വർഷം നമ്മൾ പാട്ട് പാടും. എന്ത് പാട്ടാണ് നമ്മൾ പാടാൻ പോണത്? നമ്മള് സ്പോട്ടിൽ പാടും. എന്ത് പാട്ടാണ്? പാട്ട് ഓൺ ഡിമാൻഡ്. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം ഏതാണ് പാട്ട് വേണ്ടത്. ആ പാട്ട് തന്നെ കിട്ടില്ല, കാരണം വീഡിയോ കാണുന്നത് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടിച്ചു കൊടുക്കണ്ട. പിന്നെ പൊളിക്കാം നമ്മള്. ഇതുണ്ട് നിങ്ങൾ നമ്മുടെ ഗൾഫ് നാടുകളെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന മന്തി, നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന മന്തി, നമ്മുടെ സ്വന്തം കാനഡയിൽ അത് ഇവിടുത്തെ ഒരു മലയാളി ഉണ്ടാക്കുന്ന മന്തിയാണ്. ഇപ്പം ഇതിൻ്റെ മണം അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ മന്തിയുടെ ചിക്കൻ നോക്കിയാൽ. അപ്പം കാനഡയിലും മന്തി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതും നല്ല സ്പെഷ്യൽ റെസിപ്പി, സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കിയ റെസിപ്പി കേട്ടോ. സൗമ്യ, മന്തിയാണ് മന്തി തോന്നുന്നത്? സൂപ്പർ. എന്താ രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. നന്ദുചേട്ടൻ ഉണ്ടാക്കിയ മന്തിയാണ്. ഓക്കെ, നന്ദുചേട്ടനോട് റെസ്റ്റോറന്റ് തുടങ്ങാൻ പറയണേ. അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മന്തി റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി. സൂപ്പർ അല്ലേ? എനിക്കിത് കാണുമ്പോൾ കൊതിയാൻ തുടങ്ങി കേട്ടോ, ചിക്കനെല്ലാം കാണുമ്പോൾ. എന്താണ് ഗായ്സ്, ഫുൾ സെറ്റപ്പ് ആണല്ലോ ഗായ്സ്. കോപ്പിറൈറ്റ് നമുക്ക് മല്ലു ട്രാവലിന്റെ പാട്ട്. അപ്പൊ കോപ്പിറൈറ്റ് അടിക്കില്ല കേട്ടോ. എന്റെ മോനെ എടുത്തു സൃഷ്ടി എടുത്തു. അസി സൃഷ്ടി എടുത്തു. എവിടെ മുങ്ങിയത്? ഇതേ ഇവരോട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഈ വീട്ടിലുള്ള സാധനങ്ങളുകൊണ്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ഓണത്തിനുള്ള പൂക്കളാണ്. അതൊക്കെ എടുത്ത് ഇത് നമ്മുടെ കുഞ്ഞു മോളുടെ ബർത്ത്ഡേനുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇത് പിങ്ക് കളറായി പോയി. അയ്യോ, ഞാൻ പിങ്ക് അല്ലല്ലോ. ബ്ലൂ ആയി. എടാ ആറായി നോക്കട്ടെ, മുഖം കാണിച്ചു നോക്കട്ടെ.
നമുക്ക് ബ്ലൂ മാറ്റമല്ലേ, കുഴപ്പമില്ല. ഫുള്ള് ആഘോഷം മൂടാണ്. ഇന്നിപ്പോ നമ്മളിടുന്ന ഡാൻസ് കളിക്കും. അതുപോലെ ഇന്ന് നമ്മുടെ സൗമ്യ എന്തുള്ളത് നിന്റെ ഗാനവിള? ഞാനും എന്റെ ഭർത്താവും കൂടി പാട്ട് പാടുന്നതായിരിക്കും. ഏത് പാട്ടാ പാടുന്നേ? ഏത് പാട്ടാ പാടുവാ? മല്ലു ഈ പ്രാവശ്യം കാണുന്നത് എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം കാട്ടിലും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടാണ് കാണുന്നത്. ഐ മീൻ കുറച്ചും കൂടെ മെന്റലിയും നല്ല ചിരിയുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ബർത്ത്ഡേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട്, മെസ്സേജ് അയക്കലുണ്ട്. ഒരു എന്താ പറയുക, നല്ലൊരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാല് കാര്യം കഴിഞ്ഞപ്പോ ഒഴിവാക്കിട്ട് പോയിട്ടില്ലല്ലോ. അതാണ് ഇതാണ് ഇത്. ഇവന് ജെയ്സന് നമ്മളെ സൗമ്യ ഇവരൊക്കെ നമ്മളെ ഫാമിലിയുടെ ഇതാണ് ഞങ്ങളുടെ വീട്. അതാണ് അതിന്റെ സത്യം. പോവാണോ? വേറെന്താ പറയാനുള്ളത്? സുഖം. നമ്മളെന്തായാലും വീടും കാണും കേട്ടോ ഉടനെ തന്നെ. ഓക്കെ. വിനീത് എന്താണ് കാനഡ, എന്താ പരിപാടി? കാനഡ ഞാൻ ചുമ്മാ കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി. വിനീതിന്റെ വൈഫ് രണ്ടുപേരും കാനഡയിലുണ്ട് കേട്ടോ. എൻ്റെ വീടിന്റെ നേരെ അപ്പുറത്താണ് ഇവന്റെ വീട് അല്ലേ. ചെറുപ്പം മുതലേ എന്താ പറയുക, നാട്ടിലത്തെ കമ്മ്യൂണിസ്റ്റ് CPM DYFI ഒക്കെ പറയും. എന്നിട്ട് ബൂർഷ്വാസികൾക്കെതിരെ പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു വിനീത്. ഇപ്പൊ ഈ കാനഡയിൽ വന്നിട്ട് ക്യൂബ മുഖത്തിനെ പോലെ ബാത്റൂമൊക്കെ ആയിട്ട് മുദ്രാവാക്യം വിളിക്കലുണ്ടോ? ഇടക്കിടക്ക് വിളിക്കും അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിതവും യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ മനസ്സിലാകുന്നില്ലേ പണ്ട് ചെയ്ത പല കാര്യങ്ങളും. അങ്ങനെ യഥാർത്ഥ ജീവിതമൊന്നുമില്ല. നാട്ടിലൊരു 30 വർഷം ജീവിച്ചു, വേണമെങ്കിൽ ഇവിടെ കുറച്ച് വർഷം ജീവിക്കാം, അത്രേ ഉള്ളൂ. ഓ റിച്ച്. ബോണി ഏതായിരുന്നു പാർട്ടി? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് ഇപ്പോഴും, അതെ. പക്ഷേ ഇപ്പൊ പാർട്ടിയിലൊന്നും ഇല്ല നമ്മള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നാട്ടിലായിട്ടൊരു ടച്ച് ഒന്നും ഇല്ലല്ലോ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ മാറും. ഫാമിലിയായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോകും. ചെറുപ്പത്തിന്റെ ആ ഒരു ചെറുപ്പകാലത്ത് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് തോന്നുന്ന ഒരു ചോരത്തിളപ്പ്. നാട്ടിലെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ അറിയാലോ, നാട്ടിലെ കലാലയ രാഷ്ട്രീയം. ഞാൻ പഠിച്ച് വയനാട്ടിൽ, അവിടെയൊക്കെ നല്ല രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ ഇപ്പൊ അതിനൊന്നും സമയമില്ല നമുക്ക്. ഇത് കണ്ടു നിങ്ങൾ, ഇത് ബീഫ് ഫ്രൈ ആണ്. ഇവന്റെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം തമാശ പറഞ്ഞല്ല, ഇവന്റെ ഫുഡ് ഇവൻ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെച്ചിരുന്നു. അയ്യോ ഞാൻ രാവിലെ അതന്നെ കൂട്ടിയത്. ഇപ്പൊ ഇവനെ ഇവിടെ ഈ കാനഡയിൽ ഞാൻ കണ്ട ഒരു എല്ലാ ആണുങ്ങളൊക്കെ ഷെഫുമാരാം. അതെന്താ പെണ്ണുങ്ങൾ പണിയെടുക്കുന്നില്ലേ? അങ്ങനെ ഇത് ബോട്ടി അല്ലേ? അടിപൊളി. ജയ്സാപ്പി എന്താണ്, ജയ്സാപ്പിന് ഉള്ളി മുറിക്കട്ടെ. ഇന്ന് ഉള്ളി മുറിച്ചിട്ട് പകുതി കിട്ടിയ പുള്ളി പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കിച്ചൺ ഏകദേശം സെറ്റ് ആക്കിയിട്ട് എല്ലാവരും താഴെ ബേസ്മെന്റിലുള്ളത് വാടകത്തെ. അപ്പൊ എന്താ ഇവിടെ നല്ല നീല വെളിച്ചൊക്കെയാണ്, നല്ല മൊഞ്ചാണ്. ഇതെന്താ ജാക്കറ്റ് കിട്ടുന്ന രണ്ടാളും? നിങ്ങൾ ഐസ്ലാൻഡിൽ പോയത് രണ്ടാളും? അസി ആദ്യമായിട്ട് നിന്റെ മുഖം ജനങ്ങൾ കാണുന്നത്. അസി എന്താണ് പറയാനുള്ളത്? അസി എനിക്കത് ഇത്ര നാണോടാ. എന്താണ് സുഹേലി എനിക്ക് ഇത്ര നാണോ? അതിന്റെ റീസൺ പറഞ്ഞു. നീ സൗമ്യയുടെ ആരാധകര് സൗമ്യയെ കണ്ടിട്ട് ഏകദേശം 1 വർഷമായി. എന്താണ് സൗമ്യക്ക് പറയാനുള്ളത്? ഈ കൊച്ചിനടുത്ത് നടക്കുമ്പോൾ ആഗ്രഹങ്ങളുണ്ടോ ഒരു കൊച്ചു വേണമെന്ന്? ഓഹോ, അങ്ങനെയാണെങ്കിൽ അടുത്ത ബർത്ത്ഡേന്, കഴിഞ്ഞ ബർത്ത്ഡേന് ഇവളുടെ കുട്ടീനെ എടുത്തിട്ട് നടക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരും അല്ലേ? ഇതേ പിടുത്തായിരുന്നു. ഇപ്പം എന്റെ ബർത്ത്ഡേ ഇവൾക്ക് സ്വന്തമായിട്ട് കുട്ടിയായി. സൗമ്യ ഈ ബർത്ത്ഡേ യെസ് പിന്നെയും വരും, ഇടയ്ക്കിടയ്ക്ക് വരും അല്ല മോനെ? അവറാച്ചാ അടുത്ത ബർത്ത്ഡേ ആവുമ്പോ നീ വലിയ മോനാവൂലേ? ആണെന്ന് വരാം. നമുക്ക് ഇതിൽ കേക്ക് കട്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കല്യാണത്തിന് സെറ്റപ്പ് ആക്കിയിട്ട് നോക്കിയേ. സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ റാസി ആൻഡ് മിസ്റ്റർ മിസ്റ്റർ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. അപ്പം അതുപോലെ നമ്മുടെ കേക്ക് നമുക്ക് സ്പോൺസർ ആയിട്ടുള്ള ആരാ? സൗമ്യ പോലാണ് കേക്ക് സ്പോൺസർ ആയിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ മല്ലെന്നൊക്കെ പറഞ്ഞ എൻ്റെ മുത്ത് സൗമ്യ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കേക്ക് കട്ട് കേട്ടോ. സോങ് എത്തിയിട്ടില്ല. എല്ലാരും ജയ്സാബി പറ. ജയ്സ Happy birthday to you, aren't you? Oh. Va. Va. Oh.
താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് അടുത്ത വരുന്നേ. താങ്ക് യു. വാ സൗമ്യ വാ. താങ്ക് യു. അപ്പൊ മുട്ടോ എന്റെ ക്യാമറമാൻ അസിയാണ്. വളരെ സുഖയിലാണ് രണ്ടാം കൂടെ ക്യാമറ ഹോൾഡ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം ഈ ബേസ്മെന്റിൽ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ ഹാപ്പിനെസ്. അങ്ങനെ ഈ ബർത്ത്ഡേക്ക് ഇതേ ബേസ്മെന്റിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ്. ഒരു സൽപുത്രൻ പിറന്നട മണ്ണേ മഹാധ്യായം തുരങ്കമായെന്ന് മുഴങ്ങിടും പാട്ട് ഒരു സന്തോഷം പിറന്ന നാൾ വാഴ്ത്ത് വന്നാൽ മന്ദിച്ചാലേ കോപം കൊണ്ടാൽ അത് വേണുന്നാൽ വേലം ആർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷം പെരമ്പെറും സമയം നിലയ്ക്കുവാനൊരുങ്ങമല്ലേ ആർമാദം ആർമാദം ആർക്കും കൊല്ലട്ടെ ആഘോഷം പ്രകമ്പരം ആർമാദം ആർക്കും ആർമാദം ആർക്കും കൊല്ലട്ടെ ആഘോഷം പ്രകമ്പരം ആർമാദം ആർക്കും ആർമാദം ആർക്കും കൊല്ലട്ടെ ആഘോഷം പ്രകമ്പരം വീഡിയോയിൽ വരാൻ വേണ്ടി ഭയങ്കര മടിയാണ്. എന്താ എനിക്ക് നിൽക്കുന്ന മടി എന്താ? അതുപോലെ എന്താ പറയുക, എന്തോ ആയിക്കോട്ടെ, ഇന്ത്യയിൽ നിന്നും എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി കാനഡ വരെ വന്ന ഇവരാണ് ഇന്നത്തെ ഹീറോസ്. നമ്മൾ മൊത്തം മണികൾ. പിന്നെ ഒരു കാര്യം കൂടി, കേരളത്തിലെ പല യൂട്യൂബേഴ്സും വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് ഇവർ വഴിയാട്ടോ. ഇപ്പം യൂറോപ്പ് ആണെങ്കിൽ UK ആണെങ്കിൽ ഏതാണെങ്കിലും ഒരുപാട് യൂട്യൂബേഴ്സ് മാത്രമല്ല പല മെയിൻ സെലിബ്രിറ്റീസും സിംഗേഴ്സ്, ഈവൻ ഈ പാട്ടുപാടിയ ഡാബ്സിന്റെ വിസ വരെ ചെയ്ത് ഇവരാ. അല്ലടാ, ഡാബ്സിന്റെ വിസ ഏത് വിസ ഇതിന്? ഏത്? ഡാബ്സിന്റെ കാനഡ വിസ വരെ ചെയ്ത് ഇവരാണ്. അപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഒക്കെ ചെയ്യുന്ന ഇവരാണ്. കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ആയതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഞാൻ എടുത്ത് വീഡിയോ ഇടുന്നത്. എടാ എനിവേ ഭയങ്കര ഹാപ്പി. അടിപൊളി കേക്ക്. ആ പാട് പാട് ബ്രോ. കഴിവ് തെളിയിക്ക് ബ്രോ, കഴിവ് തെളിയിക്കാൻ കിട്ടിയ ചാൻസ് കളയല്ല. സംഭവം വെച്ചാല് ഞാൻ കാനഡ വന്ന മുതൽ സൗമ്യന്റെ ഒരുപാട് ആരാധകന്മാര് എന്നോട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ സൗമ്യ ഒന്ന് വീഡിയോയിൽ ഇടുക എന്നുള്ളത്. സൗമ്യ US ലായിരുന്നു, ട്രിപ്പ് പോയതായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി അവർ തിരിച്ചു വന്നു. പിന്നെ ഒരു കാര്യം കൂടി സൗമ്യ പറയട്ടെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബർത്ത്ഡേ 17 സെലിബ്രേറ്റ് ചെയ്യാതെ ശനിയാഴ്ചയൊക്കെ മാറ്റി വെച്ചത്. ശരിയല്ല, ഇവർക്ക് വേണ്ടിയിട്ട്. കാരണം നമുക്ക് 100 ആളൊന്നും വേണ്ട, 1 2 3 4 5 6 ഈ 6 ആള് മതി. അങ്ങോട്ട് പോ. സൂപ്പർ പാട്ട്.
അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ ബർത്ത്ഡേ ഇങ്ങനെ ഇവിടെ നടത്താൻ വേണ്ടി എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി, എക്സ്പെഷ്യലി എല്ലാവർക്കും നന്ദി, ഡിസംബർ എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് പുതിയൊരു അതിഥി ഉണ്ട് നമ്മുടെ ബർത്ത്ഡേന്. ഇനിയിപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് പുതിയൊരു അതിഥി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സൗമ്യ നിന്നോടാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വന്നു ഇവിടെ വന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ എവിടെയാണോ നമ്മൾ തോറ്റത് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഉയർത്ത് എഴുന്നേക്കണം. അതാണ് ഞാൻ പഠിച്ച പാഠം. ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കിട്ടും. ഗൈസ് എല്ലാവരും സിമ്പിളായിട്ട് എല്ലാവരും കോമൺ ആയിട്ടാണ്. ഇപ്പം ഇറ്റ്സ് ബീൻ എ ഇയർ അല്ലേ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പം നിങ്ങളിൽ പലർക്കും നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറ്റപ്പെടുത്തൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടായിരുന്നോ? ഒരുപാട് പേര് വന്നിട്ടില്ല വീഡിയോ കണ്ടന്റ് വരെ ഉണ്ടാക്കി നിങ്ങളെ പറ്റിയിട്ട്. ഞങ്ങൾ വെച്ച് അതും സൗമ്യ ഏറ്റവും കൂടുതൽ സൗമ്യല്ലേ കേട്ടത്. സൗമ്യനെ പറ്റി എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ വന്നിട്ടില്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്? വന്നിട്ടില്ലോ? അറിഞ്ഞില്ലായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഉണ്ടായിരുന്നോ? ബ്രോന് വന്നിട്ടുണ്ടായിരുന്നോ? അഭിപ്രായങ്ങൾ, ഫോൺ കോൾസ്, മെസ്സേജ് ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ പിന്നെ അല്ല ഇത്രയും സപ്പോർട്ട് ചെയ്യരുത് എന്നാണോ? ഇത്രയും എതിർപ്പുകൾ ഉണ്ടായിട്ടും ഇവർ എൻ്റെ കൂടെ കട്ടൊക്കെ നിന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കൂടെ നിന്നു, ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കുന്നതും കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫിലും ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു എൻ്റെ ആ ഒരു പണ്ട് 6 മാസം വനവാസം പോലെ എൻ്റെ ടൈം കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് ടു എൻ്റെ വ്ളോഗിംഗ് ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുള്ള ഹാർഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത്രയും തീർച്ചയായിട്ടും നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് 0 തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എത്താനും പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം എൻ്റെ ലൈഫ് മാറ്റേണ്ടത് നിങ്ങളും കൂടിയാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെല്ലാ ദിവസവും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് വഴിയോ മറ്റോ എന്നെ അറിയിക്കുക. കുറ്റപ്പെടുത്താതെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. ഞാൻ തീർച്ചയായും തെറ്റ് ചെയ്തു. മനുഷ്യന്മാരാണ്, തെറ്റുകൾക്ക് പറ്റും. തെറ്റുകൾ പറ്റിക്കഴിഞ്ഞ് ഇതുവരെ ഇത്രയും വർഷമായിട്ട് എന്ത് തെറ്റ് പറ്റിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി. പുതിയ ഒരു ആയുസിലേക്കാണ് കിടക്കുന്നത്, പുതിയൊരു വയസ്സിലേക്കാണ് കിടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷ കേട്ടോ. ഓക്കെ, അടിപൊളി വീഡിയോസ് ഇടാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.